ഹലോ ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ് റീൽസ് ഒന്നും ഇടാൻ നിൽക്കണില്ല, കാരണം അതിനായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഗായ്സ്. കണ്ടൻറ്റ് കിട്ടിയാലല്ലേ റീൽസ് ഇടാൻ പറ്റുള്ളൂ, അതിനുള്ള കണ്ടൻറ്റ് കിട്ടില്ല. ആയിട്ടാണ് ഞാൻ നമുക്ക് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മളൊരു കുഴി ഒഴിച്ച് വെച്ചിരുന്നു. എന്തിനാന്ന് വെച്ചാൽ വില്ലേജറിനെ കൊണ്ടുവന്നിടാൻ. ഇതിലിപ്പോൾ ഒരാളെ ആയുള്ളൂ, രണ്ടാമത്തെ ആളാക്കാൻ ഞാൻ ഇതിട്ടില്ല. നേരം കിട്ടാത്തതെന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് ഇത് നേരെ ബാക്ക് അടിച്ചു. ഈ വീഡിയോ ഒക്കെ സ്റ്റോപ്പാക്കി കഴിഞ്ഞാൽ ഞാൻ വില്ലേജറിനെ കൊണ്ടുവന്നു. ഒരു വില്ലേജർ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പിന്നെ ഞാൻ അതിലുള്ളതൊക്കെ ആക്കി വെച്ചാണ്ട് ഞാൻ ബാക്ക് അടിച്ചാണ്ട് ഞാൻ നേരെ ഫ്രീ ഫയർ കളിച്ചാൻ പോയി ഗൈസ്. പിന്നെ ഇതിനെ കൊണ്ടുവന്നിടാനുള്ള ഓർമ്മയും വന്നില്ല വെച്ച് രണ്ടാളെ അതിനുള്ളിലാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ മറന്നുപോയി ഞാൻ ഫ്രീ ഫയർ കളിച്ചപ്പോൾ. പിന്നെ ഇവിടെ ഒരാളുണ്ട്, ഈ ഒരാളെ കൊണ്ട് ഒരു ഉപകാരമില്ല, അതായിട്ട് ഞാൻ ഓനെടുക്കണില്ല. ഓണ് കറക്കട്ടെ. അവിടെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഓൻ ജോലി ചെയ്യണമെന്നും. ജോലി ചെയ്യാത്ത ആൾക്കാരെ നമുക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്കിനി ഒരാൾ കൂടി വേണം. എവിടെ തോണിയുടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഇതിലേക്കിപ്പോൾ എടുത്തേക്കണ്ട്. ഇതെടുത്തേക്കാം. എന്നിട്ട് ഇവനെ കൊണ്ടുപോകണം. പക്ഷെ ഇവൻ എവിടെ കണക്റ്റായി തോന്നുന്നു. ഇവിടെ ആവാനാണ് സാധ്യത, കാരണം ഈ ഒരു സാധനത്തിൽ ഇപ്പം കണക്റ്റ് ആവും ചെയ്യും. ഹലോ, ഇവിടെ ഇത് കണക്റ്റായാലും ഇപ്പം ബന്ധം തരും. എന്തൊക്കെ തരും? എമറാൾഡ്, മീന്, 10 കോള് കൊടുത്താൽ ഒരു എമറാൾഡ് കിട്ടും. ഒരു എമറാൾഡും 6 മീൻ കൊടുത്താൽ തൊലി വിരിഞ്ഞ മീൻ കിട്ടും. തൊലി വിരിഞ്ഞ മീൻ എന്തിനു വെച്ച് വേണ്ട. 15 മീൻ കൊടുത്താൽ ഒരു എമറാൾഡ് കിട്ടും. 2 എമറാൾഡ് ഒരു ഫയറിൻ്റെ കിട്ടും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കിട്ടും, എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ നമുക്ക് ഇവരൊക്കെ ബ്രീഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ വെക്കണം. ഇപ്പം നമുക്കിത് കയ്യിലൊക്കെ, കാരണം നമുക്ക് കൊണ്ടുപോകില്ല. കോടാലി മതിയില്ല, കയ്യേറ്റിനെ പിടിച്ച. ഇത്തത് എങ്ങനെ ലേഗ് അടിച്ചിട്ടാവും? പെട്ടെന്ന് ലേഗ് അടിച്ചിട്ട് എവിടെ പോയോ? ഓനെ കണക്റ്റ് ആക്കിയെന്നില്ല, ഞാൻ ഇതാക്കിയാണല്ലോ. വേറെ ഓ അവിടെ കണക്റ്റായി. ഇങ്ങനെ ലേഗ് അടിച്ചാൽ അറിയില്ല ഗൈസ്. ഇങ്ങനെ
സ്ലോ മോഷൻ കളിച്ചു എന്നിട്ട് വരാനായിട്ട്. ഓക്കെ, ഇങ്ങനെ അങ്ങനെ കിട്ടണ്ട്. ഇതിലുള്ള കയറിക്കോ. എന്താ പ്ലേസ് ആവത്തെ? ആ അത് ഓയിലുള്ളിൽ കൂടെ പോയത്. അങ്ങനെ നമുക്ക് നേരെ പോവാം. എന്നോട് ആരാ കയറാൻ പറഞ്ഞേ? എന്നോട് ആരാ കയറാൻ പറഞ്ഞേ? ഞാൻ പേര് മാത്രം കയറ്റാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇന്ന് ഞാൻ കയറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈസിന് കയറി കുത്തിരിക്കാൻ ചെന്ന ആവശ്യമില്ല. വില്ലേജറിന് മാത്രം ആവശ്യമുള്ളൂ. ഇല്ലേ, വില്ലേജർ പോയി. സ്കെൽറ്റന് താഴെ ഉള്ളു. നമുക്ക് ഇനി ബോട്ട് ഓട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് ഹങ്കർ കൊണ്ടാക്കട്ടെ. ഓക്കെ, സെറ്റ്. നമുക്ക് നേരെ നീന്തി പോവാം. കൊല്ലം ഈ ഒരു തീട്ടം. എനിക്ക് ആരാ എമറാൾഡ് ഒക്കെ കൊടുത്ത്? എമറാൾഡ് അല്ല, മറ്റേ കോപ്പർ ആർമറൊക്കെ കൊടുത്ത ആരാ? ഇത് തെണ്ടിയാണ് എനിക്ക് കോപ്പർ ആർമറൊക്കെ കൊടുത്തത്. അയ്യോ, പണ്ട് ഇപ്പോൾ തല്ലിടാൻ വെച്ച കാരണം ലേഖ അടിച്ചിട്ടുണ്ട്. ലേഖ അടിച്ച് കഴിഞ്ഞ് വെച്ച് തല്ലിടാൻ കഴിയില്ല. ലേഖ അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ തല്ലുകൂടിയാണ്. ഞാനിപ്പോൾ കഷ്ടപ്പെട്ടിപ്പോൾ കൊടുന്നപ്പോൾ ഞാൻ ആ സൗണ്ട് കേട്ടപ്പോൾ വിചാരിച്ചത് ഞാൻ ആ സോംബി ചാകാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ കയറി വരികയാണെന്ന് വെച്ചാൽ അറിഞ്ഞില്ലായിരുന്നു. ഇങ്ങനെ ആർമാർ കട്ടാണ്ട് വരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെ ആയിരുന്നു. ഒരു തീ എത്തുമ്പോൾ ഒരു സൗണ്ടില്ലേ, അതേമാതിരത്തെ സൗണ്ട് ഇതാക്കേണ്ട വന്നീന്. ഇനിയിപ്പോൾ അവിടെ വേറെ വില്ലേജർ ഉണ്ടെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ മൂഞ്ച്. ഇതിലാരും മച്ചവനെ വലിച്ചു കൊണ്ടാൽ മതി. ഇനി തുഴഞ്ഞു കൊണ്ടപ്പോൾ പ്രശ്നമായതിപ്പോൾ. അപ്പോൾ എവിടെ നിന്നാലും നമുക്ക് പ്രശ്നമല്ല ഗൈസ്. ഇത് ഇനി പുറത്ത് കൊണ്ടുപോയത് പുറത്ത് കൊണ്ടുപോകും. പക്ഷേ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കടന്നുറങ്ങേണ്ടി വരും. എവിടെ ഇപ്പോൾ കടന്നുറങ്ങുക? ബെഡ് നെഞ്ചിലെടുക്ക്. ബെഡ് വേഗം കടന്നുറങ്ങിക്ക. എല്ലാത്തൊരു സൂമിനെ കൊണ്ട് ഇടങ്ങാറായിരുന്നു. വലിച്ചു കൊടുന്നാൽ മതി. ഇനി വലിച്ചു കൊടുന്ന അത്ര പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ
ഒരു ഭാഗത്ത് സ്കെൽറ്റൻ, ഒരു ഭാഗത്ത് ഞാൻ. ഇതാണ് മുന്നിൽ ക്രീപ്പറും. ശോകം പറയാലോ. ഒരു ഭാഗത്ത് ആരും സൗകര്യം തരുന്നില്ലല്ലോ ഗൈസ്. എന്ത് ചെയ്യുക? ഒരാളല്ലെങ്കിൽ ഒരാൾ, ഒരാളല്ലെങ്കിൽ ഒരാൾ. ഇനി വീണ്ടും ആവശ്യം തൊട്ട് പിന്നെ കൊണ്ടുവരണ്ടേ. അവിടെ ഒരു വില്ലേജറോടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വില്ലേജർ ഇല്ലെങ്കിൽ നമ്മൾ വേറെ വില്ലേജ് തേടി പോകേണ്ടി വരും. വേറെ വില്ലേജ് തേടി പോകാൻ ചോദിച്ചാൽ. പിന്നെ ഈ ഒരു പാലം കണ്ട് ഞാൻ വെറുതെ ഒന്ന് ഫ്രീ ആയതാണ് വില്ലേജറിനെ കൊണ്ടുവരാനായിട്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ, കാണാൻ ഒരു ഇതില്ലേ, രസമല്ലേ കാണാൻ. ബോട്ട് കണ്ട്, ബോട്ടില്ലാത്തത് ഒരു ബോട്ടുണ്ടായാലല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ. പിക്കാക്സ് പൊട്ടി സാരമില്ല, നമുക്ക് വേറെ നമ്മളെ കയ്യിലുണ്ടല്ലോ, പിന്നെ തന്നെ പേടിച്ചത്. പക്ഷെ അതല്ല, വേറെ വില്ലേജർ ഉണ്ടാവും അവിടെ. വേറെ വില്ലേജർ ഉണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ പോയി. അല്ലെങ്കിൽ ഞാൻ സോംബി അങ്ങനെ വരും ഞാൻ കരുതിയില്ല ഗൈസ്. ഞാൻ അത് കത്തി പോകുന്ന ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ കത്തി പോയില്ല. അത് ആർമാർ കെട്ടാണ്ടാവും നീണ്ടത്. സോറി അളിയ, സോറി. ഇന്നലെ തന്നെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഒരാളെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വേറെ വില്ലേജറും ഇല്ല. ധാരാളം പൈസ ആക്കിയപ്പോൾ ഇനിയിപ്പോൾ ചെയ്യുക. ഇവിടെ ഏതൊരു വില്ലേജർ ഉണ്ടാവോ? വില്ലേജർ ഇന്നലെ തന്നെ 2 ആളെ ഉള്ളാക്കി വെച്ചാൽ മതി. ഇനി പിടിച്ച് ഞാനാണെങ്കിൽ അപ്പോൾ ഫ്രീ ഫയറും കളിച്ചാനും പോയി. ഇപ്പോൾ കഷ്ടപ്പാടായില്ലിപ്പം. ഞാനിപ്പം എന്താ ചെയ്യുന്നു? വേറെ വില്ലേജറിനും കാണില്ല, സൗണ്ടും കേൾക്കുന്നില്ല. പിന്നെ അടി കിടക്കണ ഓനെ പറ്റുമോന്ന് വെച്ചാൽ അറിയില്ല. അതിന് പക്ഷെ ഓനെങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നു. ഓന് പറ്റുമോ നോക്കട്ടെ ഗൈസ്. പറ്റുകയാണെങ്കിൽ ഞങ്ങളെ മീറ്റ് ചെയ്യുക. അവിടെ ഉണ്ടോ? അവനെ കയറ്റി കൊണ്ടുവരട്ടെ ഗൈസ്. കയറ്റി കൊണ്ടുവന്നിട്ട് അവിടേക്ക് ചേർത്ത് നോക്കട്ടെ, എന്തെങ്കിലും ആവോ നോക്കാം. ഗൈസ് നോക്കൂ ഗൈസ്, അപ്പോൾ അവിടെ ആ വില്ലേജറിനെ കാണാനില്ല. ഞാൻ ഗൈസ് അറിയില്ല ആ വില്ലേജർ എങ്ങോട്ട് പോയതെന്ന് അറിയില്ല. ഞാൻ സ്റ്റെപ്പ് പോലെ അതിനുണ്ടാക്കി കൊടുത്തതിന് ആ രണ്ടാമത്തെ അതിൽ കയറിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിനെ കാണാനില്ല.
എങ്ങോട്ട് പോയിന്നൊരു എത്തും പിടിയില്ല. അതിൽ രാത്രി ഞാൻ പോയി കടന്നുറങ്ങാൻ പോട്ടെ എഴുതിയിട്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? ഇനി വേറെ വില്ലേജ് തേടി പോകണമെന്ന് വെച്ചാൽ കഷ്ടപ്പാടാണ്. ഒരു വില്ലേജ് കണ്ടാത്ത തന്നെ ഒരു ഇടങ്ങാറാണ്. എന്നിട്ടാണ് രണ്ടാമത്തെ വില്ലേജ്. ഞാൻ കടന്നുറങ്ങില്ല. അതിപ്പോൾ സോംബിയുടെ സ്പോണാവും. സ്പോണായി കഴിഞ്ഞാൽ വിട്ടു. പിന്നെ ക്രീപ്പറൊക്കെ ഗൈസ്. എന്ത് ചെയ്യുന്ന ഗൈസ് പറയുന്നത്? എന്ത് ചെയ്യുന്ന അറിയില്ല ഗൈസ്. വേറെ വില്ലേജറും ഇല്ല. ഇവിടെ രക്ഷിക്കാൻ പോയ മോനും കാണാനില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി ഗൈസ്. ഇവിടെ സോംബികളുണ്ട്. ഓല കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചാണി അധികം ദൂരത്ത് പോയാൽ പിന്നെ അങ്ങോട്ട് വരാനുള്ള വഴി മറന്നുപോയി ഞാൻ. അതതിനാണ് വേറെ പ്രശ്നം. അല്ലെങ്കിൽ വെച്ച് ദൂരത്തേക്ക് പോയതിന് ദൂരത്തേക്ക് പോയാൽ പിന്നെ വഴി മറക്കാൻ ഞാൻ. അടുത്ത ആരോ വരുന്നത് അവിടെ. എന്നാലും ഗൈസ് ഒരു പണിയുണ്ട്. എന്തെന്ന് വെച്ചാൽ വർക്കാവുമെന്ന് വെച്ചറിയില്ല. ഒരു യൂട്യൂബർ പറഞ്ഞതെന്നാണ് വെച്ചത്. നമ്മളെ ഈ മുകളിൽ കാണുന്ന ആ നമ്പറില്ലേ, ആ നമ്പറിൽ ഓർമ്മയിൽ വെച്ചാൽ മതി. പക്ഷേ അതിന് ഓർമ്മയിൽ നിൽക്കൂല. ആയിട്ട് ഞാൻ ഈ ഒരു ബുക്കിൽ എഴുതി വെക്കട്ടായിരുന്നു, മറക്കാതെ. അപ്പോൾ ഗൈസ് നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഏത് ഭാഗത്തേക്ക് പോകും? വില്ലേജ് തപ്പി എനിക്ക് ഈ നിൽക്കുന്ന സ്ഥലത്തില്ല നമ്പർ നോട്ട് ചെയ്യണോ? ആ വില്ലേജിൻ്റെ അവിടെ നിന്നല്ല നമ്പർ നോട്ട് ചെയ്യണോ? വില്ലേജിൻ്റെ അവിടെ നിന്നല്ലേ നമുക്ക് പോകേണ്ടത്. അവിടുന്ന് ഇങ്ങോട്ട് ഏതൊരു ഭാഗത്തേക്ക് കയറിന് പോയാൽ വേറെ വില്ലേജ് കണ്ടെത്താനും പറ്റും. അപ്പം നമുക്ക് ഇവിടുത്തെ നമ്പർ നോട്ട് ചെയ്യാം. കുതിരയും കുതിരൻ്റെ കുട്ടിയൊക്കെ പോണ് ഗൈസ്. ഏതായാലും ഈ നമ്പർ നോട്ട് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പോവാം. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സംഭവം വെക്കും വേണമല്ലോ. ഈ ഭാഗത്ത് തന്നെ വെക്കണം. അതിലെന്തേലൊക്കെ നോട്ട് ചെയ്ത് വെക്കണ്ട. ഇവിടെ ദൂരത്തുനിന്ന് എന്തെങ്കിലും കാണാൻ പറ്റും നോക്കാൻ. നമുക്ക് ഈ ഭാഗത്തേക്ക് പോയൊക്കെ
ഭാഗത്ത് പോയാൽ വില്ലേജ് കിട്ടുമോ നോക്കാം നമുക്ക്. ഈ ഭാഗത്തൊരു ഇതാക്കിയൊക്കെ ഇവിടെ എങ്ങനെ ആക്കിയേക്കാല്ലേ. നമ്മളതിലൊരു ബെഡും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വിഷയമല്ല. അയ്യോ പോയേനാ കൊച്ചക്ക്. എവിടെ നോക്കിയാലും കൊച്ചാണല്ലോ, എവിടെ തിരിഞ്ഞാലും കൊച്ച്. ഇപ്പം ഏതായാലും നൈറ്റായി. ഞാൻ അടുത്ത വില്ലേജ് എത്തണ വരെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണ്. വില്ലേജ് എത്തുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് എന്നുവെച്ച് ഞാൻ ദൂരത്ത് ഇങ്ങനെ പോയപ്പോ ഓ മൈ ഗാഡ്, ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല. അവിടെ വാട്ടർ സോംബിയൊക്കെ ഉണ്ട്. കപ്പലക്ക് പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പറ്റൂല. പക്ഷേ കപ്പലുള്ളക്ക് പോകാനായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചായിരുന്നു, പറ്റിയില്ല ഗൈസ്. കാരണം അവിടെ വാട്ടർ സോംബിയുണ്ട്. ഏതൊരു വില്ലേജ് എത്തട്ടെ, വില്ലേജ് എത്തിയിട്ട് മീറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, നടന്ന് ഇവിടെ എത്തി. ഇതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് പോയാൽ അപ്പോൾ ഇഞ്ച ഫുഡ് പോയി മഞ്ഞാരത്ത് കത്ത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോകാം ഗൈസ്. നമുക്ക് ഇനി അവിടെ നിന്ന് വേറെ ഭാഗത്തേക്ക് പോവാം, തിരിച്ച് വീട്ടിൽ എത്തിയാൽ മതിയായിരുന്നു. ഞാൻ തിരിച്ച് ബാക്കിൽ നടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ നിന്ന് നേരെയാണ് നമുക്ക് വീട്ടിൽ പോകേണ്ടത്. വീട്ടിലേക്ക് എത്തുക വേറെ എവിടെയെങ്കിലും എത്തുമെന്ന് വെച്ചറിയില്ല. പോയേക്കാം. തിരിച്ച് വീട്ടിൽ എത്തിയാൽ മതിയായിരുന്നു ഗൈസ്. അയ്യോ അതിന് സോംബി. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നമായി മറന്നുപോയി ഗൈസ്. അതിക്കുണ്ടായി ഞാൻ ഡെഡാക്കിയാണ്. ഡെഡായി എന്താ നമ്മൾ വന്ന കാലത്ത് തന്നെ കൊണ്ടെത്തി. നമ്മളവിടെ നിന്ന് സ്പോൺ ആയത് അവിടെ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു നമ്മൾ. അല്ലാതെ ഇനി വേറെ വൈകില്ലെന്ന് വെച്ചാൽ, അതല്ലാതെ വെച്ച് വേറൊരു വൈകില്ലായിരുന്നു ഗൈസ്. പക്ഷെ ഇനിയിപ്പോൾ അത് മാത്രമല്ല ഇനി പ്രശ്നം. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടാ ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് പോയത് ഓർമ്മയില്ല. പക്ഷെ എന്നാലല്ലേ നമുക്ക് ഇതായിട്ടുള്ളൂ. എന്ത് നമുക്ക് നമ്മളെ സ്പോട്ട് എത്താനായിട്ടുള്ളൂ. നമുക്ക് സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ അതുമില്ല. പിന്നെ എഴുതി വെച്ച നമ്പർ ഈ മുകളിലത്തത് എത്ര അടി ബ്ലോക്കിലാണ് നിൽക്കുന്നത്, ഏത് ദൂരത്താണ് നിൽക്കുന്നതല്ലേ ആ മുകളിലത്തത്. അത് നോക്കിയാണ് ഞാൻ പോയിരുന്നത്. പക്ഷെ മഴയാണ് പെയ്തു, ബോട്ടിൻ്റെ ദിശ മാറി, വഴി തെറ്റി, ഏതോ ഒരു ലോകത്തെത്തി. അവിടുന്ന് അങ്ങോട്ടും മണ്ടി ഇങ്ങോട്ടും മണ്ടി കുറേ നോക്കിയാൻ അവസാനിച്ച് ദേഷ്യം പിടിച്ചപ്പോൾ ഡെഡായി. നേരെ ഈ സ്ഥലത്തേക്ക് എത്തി. ഇതല്ലാതെ വെച്ച് വേറെ വഴിയൊന്നും ഞാൻ കണ്ടില്ല. ഇപ്പം ഒരാഴ്ച തൊട്ട് വീടുണ്ടാക്കണം,
വീണ്ടും വായിച്ചു തൊട്ട് ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചണം. അയണും കാര്യങ്ങളൊക്കെ 12-13 അയണൊക്കെ ഉണ്ടായിന്, അതും പോയി. നമ്മൾ ഏത് ഭാഗത്തുനിന്നാണ് വന്നത്, ഏത് ഭാഗത്തൊക്കെ നമ്മൾ പോയതൊന്നും ഓർമ്മയില്ല. കഴിച്ച് നമ്മൾ ഒരു കുയിൻ്റെ അവിടെ നിന്ന് എങ്ങോട്ടോ പോയതേന്. ഇവിടെ നിന്നല്ല, ഈ കുഴി നല്ല വേറൊരു കുച്ചിണ്ടായിന്. അവിടെ നിന്നല്ലേ നമ്മൾ സാധനങ്ങൾ പോയിന് ഫസ്റ്റും തുടങ്ങിയപ്പോൾ. എന്ത് ചെയ്യും ഗൈസ് നോക്കി. നമ്മൾ ഏത് വഴിക്കൂടെ പോയിന്നത് ഒന്നും ചോർമ്മല്ല, ഒക്കെ മറന്നുപോയി ഗൈസ്. ഞാൻ ആഴ്ചയും തൊട്ട് വില്ലേജ് കണ്ടുപിടിച്ചാൽ, പിന്നെ ഫുഡ് കളക്ട് ചെയ്യണം. ഒരുപാട് പരിപാടികളുണ്ട്. എന്ത് ചെയ്യും പറയാം. ഓക്കെ, ഇങ്ങനത്തെ ഏതോ ഒരു കുച്ചിന്നായിട്ട് തോന്നുന്നു നമ്മൾ പൊങ്ങിയത്. ഏത് ഭാഗത്തുനിന്ന് അറിയില്ല, ഈ ഭാഗത്തുനിന്നാണോ അറിയില്ല. ഏതോ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ പോകണു. ഈ ഭാഗത്തുനിന്നല്ല, ഈ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകൾക്കെത്താനായിട്ട് ബ്ലോക്ക് വെച്ച് മുകൾക്കെത്തിന്. അത് ഈ ഒരു ഭാഗമല്ല, ചിലപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഭാഗത്തൊക്കെ കയറാം. ഇവിടെ നിന്നാണോ, എവിടെ നിന്നൊക്കെയാണ് അത് കേസ് ഞാൻ വന്നത്, അതും ഓർമ്മയില്ല കൊച്ച്. അതും ഓർമ്മയില്ല. ഏത് കുജിന്ന പോണത്, ഏത് കുജിന്ന നീച്ച് വന്നതൊന്നും ഓർമ്മയില്ല. ഒക്കെ മറന്നു ഞാൻ, ഒക്കെ പെട്ടെന്ന് മറക്കാണ് കേസ് ഞാൻ. ഏതായാലും ഇനി വുഡ് കളക്ട് ചെയ്യട്ടെ, എന്നാലല്ലേ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കാനുള്ള ഷീപ്പൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. നമുക്ക് നമ്മൾ മരത്തിലിത് കളക്ട് ചെയ്യണം. അതൊക്കെ സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാം ഗൈസ് ഞാൻ. അപ്പോൾ ഗൈസ് നിങ്ങൾ ആലോചിച്ചു, അപ്പോൾ കുറേ മണിക്കൂറായാലും ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 5 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ ജസ്റ്റ്. അത് അങ്ങനെ ആവാൻ കാരണം ഇവിടെ ഉള്ള ഇതിങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നേരം സ്റ്റോപ്പ് ചെയ്ത് വെച്ചല്ലേ വേറെ വില്ലേജ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അത് കുറേ നേരം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ അറിയില്ല, ഫുള്ള് ഫോൺ ചൂടായിട്ടാണോ അറിയില്ല, ഇതൊക്കെ ബാക്ക് അടിഞ്ഞ് പോയി. പിന്നെ ഒരു വില്ലേജും കണ്ടെത്തി നമ്മൾ. ഇനി കുറച്ച് വീഡിയോ എടുത്തിട്ടാണെങ്കിൽ അത് അതിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പം നമുക്ക് പുതിയ വില്ലേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പുതിയ വില്ലേജ് കിട്ടിയിട്ട് അറിയില്ലല്ലോ, ഇത് നല്ലൊരു ഇതില്ല. ഏത് വെറൈറ്റി ആയിട്ടുള്ള സ്ഥലം വേണ്ടേ, അതും വേണം നമുക്ക്. വെറൈറ്റി ആയിട്ടുള്ള സ്ഥലം വേണ്ടത്, സ്ഥലം കിട്ടിയത് അറിയില്ല.
നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്താകാൻ പാടില്ല. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കുറേ യൂട്യൂബ് ചാനൽ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വീഡിയോ. ഇപ്പോൾ വീഡിയോ എത്ര മതിയെന്ന് തോന്നുന്നു ഗൈസ്. നേരെ 30 കറക്റ്റ് ആവുള്ളൂ. 31:17 അതിലാണ് ഞാൻ വീഡിയോ ഇതാക്കല്. എന്നിട്ട് വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോൾ 31:18 ആവും. അങ്ങനെ നമുക്ക് വീഡിയോ ഉണ്ട്. അതുകൊണ്ട് ഗൈസ് ഇത്ര മതിയാവുമെന്ന് തോന്നുന്നു. അറിയില്ല. ഇനി ഏതായാലും കുറച്ച് നേരം കൂടി ഇട്ടേക്കാം. ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. നമുക്കിനി വേറെ വില്ലേജ് തപ്പി പോകണം. വേറെ വില്ലേജ് തപ്പാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ സ്ഥലത്ത് വീട് ഉണ്ടാക്കരുത്. അതിന് തൊട്ടപ്പുറത്ത് ഇതിൽ വെറൈറ്റി ഇല്ലാത്ത സംഭവം വേണം. അതേ സെറ്റ് ആവുള്ളൂ.